ഹായ്, ഞാൻ ശിൽപായു, ലേൺവൈസ് ഫാക്കൽറ്റി ആണ്. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് MBA മാർക്കറ്റിംഗ് മാനേജ്മെന്റ് സ്പെഷ്യലൈസേഷൻ ഉള്ള തേർഡ് സെമ്മിന്റെ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞ പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. അതായത് കൺസ്യൂമർ ബിഹേവിയർ, നേച്ചർ, സ്കോപ്പ്, മോഡൽസ് ആൻഡ് ആപ്ലിക്കേഷൻസിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ഈ ഒരു പേപ്പറിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് കൺസ്യൂമർ ബിഹേവിയർ, then nature of consumer behavior, scope of consumer behavior, models of consumer behavior, then emergence of online buying behavior and its implications, outline the broad areas of application of consumer behavior in marketing decisions. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നിന്നും നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ ഫസ്റ്റ് പാർട്ടിന്റെ സ്ട്രക്ചർ ആണ് നെക്സ്റ്റ് പറയുന്നത്. അതായത് നേച്ചർ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, then who is a consumer, what is a consumer decision, scope of consumer behavior, then the most important term, that is decision process. എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ടേം ആണ് ഈ ഡിസിഷൻ പ്രോസസ് എന്ന് പറയുന്നത്. then individual and group determinants of consumer decision, models of consumer behavior including online buying behavior, applications of consumer behavior in marketing. നമുക്ക് ഫസ്റ്റ് നോക്കാം നേച്ചർ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഇത് നമുക്ക് ഫസ്റ്റ് നോക്കാം നേച്ചർ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. എന്താണ് കൺസ്യൂമർ ബിഹേവിയർ? ആദ്യം നമുക്ക് കൺസ്യൂമർ ബിഹേവിയറിന്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. It is the decision process and physical activity engaged in when evaluating, acquiring, using or disposing of goods and services. ഇപ്പൊ ഒരു കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിസിഷൻ പ്രോസസ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി. ഈ ഒരു ഡിസിഷൻ പ്രോസസ്സും അതിന്റെ കൂടെ വരുന്ന ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടി ചേരുമ്പോഴാണ് ഒരു കൺസ്യൂമർ ബിഹേവിയർ ആകുന്നത്. അതിൽ എന്തൊക്കെ വരും? ഇവാലുവേഷൻ, അക്വയറിംഗ്, യൂസിങ് ഓർ ഡിസ്പോസിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നത് മാത്രമല്ല കൺസ്യൂമർ ബിഹേവിയർ. അവിടെ ഒരു സാധനത്തിനെ പറ്റി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതും ആ സാധനം പർച്ചേസ് ചെയ്യുന്നതും ദെൻ അതിന്റെ യൂസ് ആൻഡ് ഡിസ്പോസിങ് ഓഫ്, ആ സാധനത്തിന്റെ യൂസിന് ശേഷം നമ്മൾ അത് ഡിസ്പോസ് ചെയ്ത് കളയുന്ന ആ ഒരു പ്രോസസ്സ് വരെ ചേരുന്നതാണ് കൺസ്യൂമർ ബിഹേവിയർ. നമുക്ക് നോക്കാനുള്ളത് കൺസ്യൂമർ ബിഹേവിയറിന്റെ നേച്ചർ ആണ്. നേച്ചർ ഓഫ് കൺസ്യൂമർ ബിഹേവിയറിലോട്ട് വരുമ്പോൾ 5 പോയിന്റ്സ് മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. സിമ്പിൾ ടേംസ് ആണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം, കൺസ്യൂമർ ബിഹേവിയർ ഇസ് എ കോംപ്ലക്സ് ഫിനോമിനൻ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, എന്താണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്? ഒരു കോംപ്ലക്സ് ഫിനോമിനൻ ആണ്. എന്തുകൊണ്ടാ? എവറി കൺസ്യൂമേഴ്സ് പ്രിഫറൻസ് ആൻഡ് നീഡ്സ് ആർ ഡിഫറെന്റ്. ഓരോ കൺസ്യൂമറിന്റെയും നീഡ്സും പ്രിഫറൻസും ഡിഫറെന്റ് ആണ്. ഇപ്പം ഞാനൊരു കൺസ്യൂമർ ആണ്, എന്റെ പ്രിഫറൻസും നീഡ്സും ആയിരിക്കത്തില്ലല്ലോ മറ്റൊരാളുടേത്. യെസ്, നമുക്ക് എല്ലാവർക്കും ഡിഫറെന്റ് നീഡ്സ് ആണ് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഡിഫറെന്റ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആയിരിക്കും. അപ്പൊ കൺസ്യൂമേഴ്സിന്റെ പ്രിഫറൻസും ടേസ്റ്റും ഡിഫറെന്റ് ആകുന്നത് കൊണ്ട് തന്നെ അതൊരു കോംപ്ലക്സ് ഫിനോമിനൻ ആണ്. ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവത്തില്ല അയാളുടെ കൺസ്യൂമറിന്റെ ബിഹേവിയർ എന്താണ്, അയാളുടെ നീഡ്സ് എന്താണ്. സോ ഇറ്റ്സ് എ കോംപ്ലക്സ് ഫിനോമിനൻ. അടുത്ത പറയുന്നത് എന്താണ്? ഡൈനാമിക്. നമുക്കറിയാം ഒരു കൺസ്യൂമർ ബിഹേവിയർ എപ്പോഴും ഡൈനാമിക് സ്റ്റേറ്റിക് ആയിട്ടിരിക്കുവോ? എപ്പോഴും സെയിം ആയിട്ടിരിക്കുവോ? ഇല്ല. എന്തുകൊണ്ടാണ്? കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റും പ്രിഫറൻസും എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമുക്കറിയാം നമ്മൾ എപ്പോഴും ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. നമ്മളിപ്പോ ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പ് ഇടുന്ന അതേ സെയിം ലെവൽ ഡ്രസ്സുകളാണ് നമ്മൾ ഇപ്പോഴും ഇടുന്നത്? നോ, നമ്മൾ എപ്പോഴും ട്രെൻഡ് ഫോളോ ചെയ്യുന്നവരാണ്. ആ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് നമ്മളുടെ നീഡ്സും പ്രിഫറൻസും ചേഞ്ച് ആകും. അതാണ് ഡൈനാമിക് എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ എപ്പോഴും ചേഞ്ചിങ് ആയിരിക്കും, സ്റ്റേറ്റിക് ആയിട്ട് ഇരിക്കത്തില്ല. നെക്സ്റ്റ് ടേം എന്താ പറയുന്നത്? റിഫ്ലക്ട് സ്റ്റാറ്റസ്. അതായത് ഇറ്റ് റിഫ്ലക്ട്സ് ദി കൺസ്യൂമർ സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി. അതായത് ഒരു കൺസ്യൂമറുടെ ബിഹേവിയർ കാണുമ്പോൾ തന്നെ അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് പറയുന്നത് എന്താ? ഡിഫേഴ്സ് ബിറ്റ്വീൻ പ്രോഡക്ട്സ്. നമുക്ക് അറിയാവുന്ന ഒരു സിമ്പിൾ ടേം ആണ് അല്ലേ. ഇപ്പം സെയിം പ്രോഡക്റ്റ് രണ്ടാൾക്കാർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നുണ്ടോ? ഓഫ് കോഴ്സ് നോട്ട്. എന്തുകൊണ്ടാ? അവരുടെ ടേസ്റ്റും പ്രിഫറൻസും ഡിഫറെന്റ് അല്ലേ. ഇപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കത്തില്ലല്ലോ മറ്റൊരാൾ പ്രിഫർ ചെയ്യുന്നത്. സോ കൺസ്യൂമേഴ്സിന് സെയിം പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും അത് അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അനുസരിച്ചിട്ട് ഡിഫർ ചെയ്യാം. ലാസ്റ്റ് വൺ ആണ് ഡിഫേഴ്സ് ബിറ്റ്വീൻ റീജിയൻസ്. അതെന്താ പറയുന്നത്? ജോഗ്രഫിക്കൽ ഏരിയ അനുസരിച്ചിട്ടും കൺസ്യൂമർ പ്രിഫറൻസ് അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ ചേഞ്ച് ആകാം. ഒരു റീജിയനിൽ ഇപ്പൊ ഒരു ഇന്ത്യയിലുള്ള ആൾക്കാരുടെ കൺസ്യൂമർ ബിഹേവിയർ ആയിരിക്കത്തില്ലല്ലോ ഒരു അമേരിക്കൻ കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ. കാരണം എന്താ? റീജിയൻ അനുസരിച്ചിട്ട് അവരുടെ ബിഹേവിയർ ചേഞ്ച് ആകും. അത് കൾച്ചറൽ ഫാക്ടേഴ്സും സബ് കൾച്ചറൽ ഫാക്ടേഴ്സും ഒക്കെ കൊണ്ടായിരിക്കും. അത് നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ, കൺസ്യൂമർ ബിഹേവിയറിന്റെ ഒരു നേച്ചറിന്റെ ഒരു ഓവർവ്യൂ ആണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? കോംപ്ലക്സ് ഫിനോമിനൻ, ഡൈനാമിക്,
റിഫ്ലക്ട് സ്റ്റാറ്റസ്, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഡക്ട്സ് ആൻഡ് ഡിഫർ ബിറ്റ്വീൻ റീജിയൻസ്. ഇനി നമുക്ക് നോക്കാം ആരാണ് ഒരു കൺസ്യൂമർ. ഹു ഇസ് എ കൺസ്യൂമർ? ഒരു കൺസ്യൂമറുടെ ഡെഫിനിഷൻ എടുത്തു കഴിഞ്ഞാൽ consumer is one who actually purchase a product or service from a particular shop or organization which may be online or offline. ഒരു കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താ? ഹു ആക്ച്വലി പർച്ചേസ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് പർച്ചേസ് ചെയ്യുന്ന ആളായിരിക്കും എന്ത്? കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ. ഹു ആക്ച്വലി പർച്ചേസ് ദ പ്രോഡക്റ്റ് പർട്ടിക്കുലർ ഷോപ്പ് ഓർ ഓർഗനൈസേഷൻ. അത് ഓൺലൈൻ പർച്ചേസ് ആണെങ്കിലും ഓഫ്ലൈൻ പർച്ചേസ് ആണെങ്കിലും അതൊരു കൺസ്യൂമർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. അപ്പൊ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാണ്? who actually purchase a product or service from a particular shop or organization. ഇനി നമുക്ക് കൺസ്യൂമർ ബിഹേവിയർ റോൾസും റോൾ ഡിസ്ക്രിപ്ഷൻസും നോക്കാം. നമുക്ക് ഇതിന് കുറച്ച് ടേംസ് നോക്കണം. ആ ടേംസ് ആരെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഇനിഷ്യേറ്റർ. ആരാണ് ഒരു ഇനിഷ്യേറ്റർ? ഇനിഷ്യേറ്റർ മീൻസ് ദ പേഴ്സൺ ഹു ഡിറ്റർമൈൻസ് ദാറ്റ് സം നീഡ് ഓർ വോണ്ട് ഈസ് നോട്ട് ബീയിങ് മെറ്റ്. അതായത് നമ്മളുടെ എന്തെങ്കിലും നീഡ്സും വോൺസും നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കൊരു സാധനം വേണം, ആ ഒരു സാധനം പർച്ചേസ് ചെയ്യണമെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ആൾക്കാരാണ് ഇനിഷ്യേറ്റർ. ഇനിഷ്യേറ്റർ മീൻസ് ഹു ഡിറ്റർമൈൻസ് ദാറ്റ് സം നീഡ്സ് ഈസ് നോട്ട് ബീയിങ് മെറ്റ്. എന്തെങ്കിലും ഒരു കാര്യം ഡിറ്റർമൈൻ ചെയ്യാണ്, നമ്മളുടെ നീഡ്സും വോൺസും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നവരാണ് ഇനിഷ്യേറ്റേഴ്സ്. അടുത്ത ഇൻഫ്ലുവൻസർ. ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ ടേം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഫെമിലിയർ ആയിരിക്കും അല്ലേ? കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പോലും ഇൻഫ്ലുവൻസേഴ്സ് ആണ് കൂടുതൽ. ഇൻഫ്ലുവൻസേഴ്സ് ആരായിരിക്കും? ഹു ഇന്റൻഷനലി ഓർ അൺഇന്റൻഷനലി influences the decision to buy the actual purchase or use of product or services. അതായത് ഒരു പ്രൊഡക്റ്റോ സർവീസസോ പർച്ചേസ് ചെയ്യാൻ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇൻഫ്ലുവൻസേഴ്സ്. നമുക്കൊരു പരസ്യം നോക്കിയാൽ തന്നെ നമ്മുടെ ഫേവറേറ്റ് ആക്ടർ വന്നിട്ട് ഒരു പരസ്യത്തിൽ സംസാരിക്കുകയാണ്, അത് ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ലേ? യെസ്. അതായത് നമ്മളുടെ ഫേവറേറ്റ് ആക്ടർ ആണെന്ന് പറയുന്നതെങ്കിൽ ആ പറയുന്ന ഒരു സാധനം പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മളത് ഇൻഫ്ലുവൻസ്ഡ് ആയി പോകും. അതാണ് ഇൻഫ്ലുവൻസേഴ്സ്. ഇനി ആക്ച്വൽ ബയർ. ബയർ ആരാണ്? ഹു ആക്ച്വലി മേക്സ് ദ പർച്ചേസ്. ആ സാധനം പർച്ചേസ് ചെയ്യുന്ന ആളായിരിക്കും ബയർ എന്ന് പറയുന്നത്. ഇനി യൂസറോ? യൂസർ മീൻസ് ഹു ആക്ച്വലി യൂസസ് ഓർ കൺസ്യൂംസ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ്. ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് യൂസ് ചെയ്യുന്ന ആളായിരിക്കും യൂസർ. ബയറും യൂസറും എപ്പോഴും സെയിം ആയിരിക്കണമെന്നുണ്ടോ? ഇല്ല. ബയറും യൂസറും ചില സിറ്റുവേഷൻസിൽ ഡിഫറെന്റ് ആകാം. വാങ്ങിക്കുന്ന ആള് തന്നെ ഇത് യൂസ് ചെയ്യണം എന്നുണ്ടോ? ഇല്ല. ചില സിറ്റുവേഷനിൽ ബയർ തന്നെ ആയിരിക്കും യൂസർ, ചില സിറ്റുവേഷനിൽ ബയർ വേറെ ആയിരിക്കും, ദെൻ അത് യൂസ് ചെയ്യുന്ന ആള് വേറൊരു പേഴ്സൺ ആയിരിക്കും. സോ ഈ 4 ടേംസ് ഒന്ന് നോക്കി വെക്കണം: ഇനിഷ്യേറ്റർ, ഇൻഫ്ലുവൻസർ, ബയർ ആൻഡ് യൂസർ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്കോപ്പ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഈ കൺസ്യൂമർ ബിഹേവിയറിന് എവിടെയൊക്കെയാണ് സ്കോപ്പ്? ഇറ്റ് നോട്ട് ഓൺലി ഇൻക്ലൂഡ്സ് ദ ആക്ച്വൽ ബയർ ആൻഡ് ഹിസ് ആക്ട് ഓഫ് ബൈയിങ്, ബട്ട് ഓൾസോ ദ വേരിയസ് റോൾസ് played by different individuals and influence they exert on the final purchase decision. ഒരു കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാല് ഒരാൾ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുന്നു, ഒരാൾ പോയി ഒരു കടയിൽ നിന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നു. ഇത് മാത്രമാണോ കൺസ്യൂമർ ബിഹേവിയറിൽ വരുന്നത്? അല്ല. ഒരുപാട് റോൾസ് ഉണ്ട്. ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് പ്ലേ ചെയ്യുന്ന ഡിഫറെന്റ് റോൾസ് ചേരുന്നതാണ് ഒരു കൺസ്യൂമർ ബിഹേവിയർ. ഇപ്പൊ കൺസ്യൂമർ ബിഹേവിയറിന്റെ സ്കോപ്പ് നോക്കുവാണെങ്കിൽ ഒരു കടയിൽ പോയി സാധനം പർച്ചേസ് ചെയ്യുന്നിടത്ത് മാത്രമാണോ കൺസ്യൂമർ ബിഹേവിയർ വരിക? നോ. എവിടെയൊക്കെ വരാം? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, സെലക്ടിംഗ് ദ ടാർഗറ്റ് മാർക്കറ്റ്, മാർക്കറ്റ് മിക്സ്, assisting in designing product portfolio, marketing management, non-profit and social marketing, government decision making, demarketing, consumer education. ഈ ഒരു ഏരിയാസിലെല്ലാം കൺസ്യൂമർ ബിഹേവിയറിന് ലാർജ് സ്കോപ്പ് ഉണ്ട്. കാരണം എന്താ? ഇപ്പം കൺസ്യൂമർ ബിഹേവിയറിനെ പറ്റിയിട്ട് നമുക്ക് പഠിച്ചാൽ മാത്രമേ കൺസ്യൂമറിന്റെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ടാർഗറ്റ് മാർക്കറ്റ് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടത്താൻ പറ്റത്തുള്ളൂ. ഇവിടെ എല്ലാം കൺസ്യൂമർ ബിഹേവിയറിന് വൈഡർ സ്കോപ്പ് ഉള്ള ഏരിയാസ് ആണ്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടേം. നമ്മൾ ഓൾറെഡി ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ടേം ആണ് ഈ ഡിസിഷൻ പ്രോസസ്. ഒരു കൺസ്യൂമറിന്റെ ഡിസിഷൻ പ്രോസസ് എങ്ങനെയാണ്? അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിരിക്കും. ഈ ഒരു പ്രോസസ്സ് നമ്മൾക്ക് ഓർത്തിരിക്കണമെങ്കിൽ ജസ്റ്റ് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ വേഗം നമുക്കിത് മൈൻഡിൽ ഓർത്തിരിക്കാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം, സാധനം നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോവാം. പർച്ചേസിംഗ് ഡിസിഷന്റെ പ്രോസസ് എങ്ങനെയാണ്? അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ നമുക്കൊരു ലാപ്ടോപ്പ് വാങ്ങാനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? പ്രോബ്ലം റെക്കഗ്നിഷൻ. പ്രോബ്ലം റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് സാധനമാണ് വേണ്ടതെന്ന് നമ്മൾ തന്നെ റെക്കഗ്നൈസ് ചെയ്യുക. എനിക്കൊരു ജോലി കിട്ടി, ആ ജോലിയുടെ ഭാഗമായിട്ട് എനിക്കൊരു ലാപ്ടോപ്പ് വേണം. അപ്പൊ ആ ഒരു ലാപ്ടോപ്പ് വാങ്ങണം എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ഏരിയ ആണ്, ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രോബ്ലം റെക്കഗ്നിഷൻ.
നെക്സ്റ്റ് എന്തായിരിക്കും? ഇൻഫർമേഷൻ സെർച്ച്. ഇൻഫർമേഷൻ സെർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്ന സാധനത്തിനെ പറ്റിയിട്ട് മാക്സിമം പോസിബിൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു ലാപ്ടോപ്പ് ആണ് വേണ്ടത്. നമ്മളപ്പോ എന്താ ചെയ്യുന്നത്? ആ ലാപ്ടോപ്സിനെ പറ്റിയിട്ട് മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. നമുക്ക് ഫസ്റ്റ് നമ്മൾ പ്രോബ്ലം റെക്കഗ്നൈസ് ചെയ്യുന്നു, ദെൻ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. നമുക്കൊരു ലാപ്ടോപ്പ് ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ ലാപ്ടോപ്പിനെ പറ്റിയിട്ട് മാക്സിമം പോസിബിൾ ഇൻഫർമേഷൻ ആണ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ലാപ്ടോപ്സ് ഏതൊക്കെ മോഡൽസ് അവൈലബിൾ ആണ്, ഏതൊക്കെ ബ്രാൻഡ്സിന്റെ അവൈലബിൾ ആണ്, ഇതിനെ പറ്റിയിട്ടൊക്കെ മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ. ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇവാലുവേറ്റ് ചെയ്യുവാണ്. ഇതിൽ ഏതായിരിക്കും ബെറ്റർ? നമ്മളൊരു 3-4 ബ്രാൻഡ്സ് വെച്ചിട്ട് അതിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്, അതാണ് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ. ഇപ്പൊ ലാപ്ടോപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഏതൊക്കെയുണ്ട്? HP യുടെ ലാപ്ടോപ്സ് കാണാം, അല്ലെങ്കിൽ ഏസർ ലാപ്ടോപ്സ് കാണാം, അല്ലെങ്കിൽ ഡെല്ലിന്റെ ലാപ്ടോപ്സ് കാണാം. ഇതിൽ ഏതാണോ ബെസ്റ്റ്, നമ്മളുടെ നീഡിന് ഏതാണോ ഏറ്റവും ബെസ്റ്റ്, അത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നു. നെക്സ്റ്റ് എന്താണ്? ഔട്ട്ലെറ്റ് സെലക്ഷൻ ആൻഡ് പർച്ചേസ്. നമ്മൾ ആ ഒരു മോഡൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടുന്ന് അത് വാങ്ങണം? HP യുടെ ഷോറൂമിൽ നിന്ന് വാങ്ങണോ, അതോ മറ്റേതെങ്കിലും ഔട്ട്ലെറ്റ്സിൽ നിന്ന് വാങ്ങണോ, അതോ ഓൺലൈൻ പർച്ചേസ് ചെയ്യണോ? നമ്മൾ സെലക്ട് ചെയ്യാണ് ഏത് മോഡ് ഓഫ് പർച്ചേസ് ആയിരിക്കും ബെറ്റർ, എങ്ങനെ പർച്ചേസ് ചെയ്യണം, then അത് പർച്ചേസ് ചെയ്യുന്നു. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ആ ഒരു പർച്ചേസിങ്ങോട് കൂടി കഴിയുമോ ഡിസിഷൻ പ്രോസസ്? ഇല്ല, പോസ്റ്റ് പർച്ചേസ് പ്രോസസ്സും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യും. പോസ്റ്റ് പർച്ചേസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? പർച്ചേസ് ചെയ്ത് കഴിഞ്ഞുള്ള പ്രോസസ്. നമ്മൾ ഓൺലൈൻ ആണ് പർച്ചേസ് ചെയ്തതെന്ന് ഇരിക്കട്ടെ. നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ പോയിട്ട് ഒരു പോസിറ്റീവ് റിവ്യൂ അവിടെ കൊടുക്കും. ഒരു 5 സ്റ്റാർ റിവ്യൂ ഒക്കെ ഇട്ടിട്ട് നമ്മൾ അതിനൊരു നല്ല റിവ്യൂ എഴുതി കൊടുക്കും. ഇനി അത് നെഗറ്റീവ് ആണെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ കിട്ടിയെങ്കിലോ, അപ്പോൾ ഒരു നെഗറ്റീവ് റിവ്യൂ ആയിരിക്കും കൊടുക്കുന്നത്. ആ ഒരു പോസ്റ്റ് പർച്ചേസ് പ്രോസസ്സും കൂടെ ചേരുമ്പോഴാണ് ഒരു ഡിസിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഒരു ഡിസിഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്സ് എങ്ങനെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ പ്രോബ്ലം റെക്കഗ്നൈസ് ചെയ്യുന്നു, ദെൻ ഇൻഫർമേഷൻ സെർച്ച്, then evaluation and selection, then outlet selection and purchase, and finally post purchase process കൂടി ചേരുമ്പോഴാണ് ഒരു ഡിസിഷൻ പ്രോസസ്. ഈ പ്രോസസ്സ് ഈ പ്രോപ്പർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കണം. ഇനി നമുക്ക് ഈ ഒരു ഫിഗറിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്താ കാണിക്കുന്നത്? ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചേക്കുന്നത് ഒരു കൺസ്യൂമറിന്റെ ഡിസിഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇമോഷൻസ്, പേഴ്സണാലിറ്റി, മോട്ടീവ്സ്, പെർസെപ്ഷൻ, ലേണിംഗ് ആൻഡ് മെമ്മറി, മാർക്കറ്റിംഗ് ആക്ടിവിറ്റി, കൾച്ചർ, സബ് കൾച്ചർ, വാല്യൂസ്, ഡെമോഗ്രാഫിക്സ്, സോഷ്യൽ സ്റ്റാറ്റസ്, റഫറൻസ് ഗ്രൂപ്പ്സ്. ഇതെല്ലാം ഒരു ബയറുടെ പർച്ചേസ് ഡിസിഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഈ ഫാക്ടേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് എന്നും ഗ്രൂപ്പ് ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന സ്ലൈഡ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഡിസിഷൻ പ്രോസസ്. ഈ ഒരു ഡിസിഷൻ പ്രോസസ് ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കണം. ക്ലിയർ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ നമ്മൾ ഇപ്പൊ പറഞ്ഞ സെയിം ഡിസിഷൻ പ്രോസസ്സിനെ തന്നെ ഒരു ഫിഗറിൽ കാണിച്ചേക്കാണ്. ഫസ്റ്റ് നമ്മൾ നീഡ് റെക്കഗ്നൈസ് ചെയ്യുന്നു, then ഇൻഫർമേഷൻ സെർച്ച്, then ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്, then പർച്ചേസ് ഡിസിഷൻ, ആൻഡ് ഫൈനലി ദ പോസ്റ്റ് പർച്ചേസ് ഇവാലുവേഷൻ. ഇനി നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ അതേ ടേംസ് ആണ്, അതായത് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ഡിറ്റർമിനൻസ്. അതായത് ഒരു കൺസ്യൂമേഴ്സിന്റെ പർച്ചേസ് ഡിസിഷനെ അഫക്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സും ഉണ്ട്, ഗ്രൂപ്പ് ഫാക്ടേഴ്സും ഉണ്ട്. അതിൽ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് നോക്കാം. ഇൻഡിവിജ്വൽ ഡിറ്റർമിനൻസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. അതിലെ ഫസ്റ്റ് ഫാക്ടർ ആണ് മോട്ടിവേഷൻ ആൻഡ് ഇൻവോൾവ്മെന്റ്. ഈ ഒരു മോട്ടിവേഷൻ ആൻഡ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് ഓരോ ഇൻഡിവിജ്വലിനെയും സെപ്പറേറ്റ് ആയിട്ട് ബാധിക്കുന്ന, അല്ലാതെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ഒരുപോലെ ബാധിക്കുന്ന ടേംസ് അല്ല. ഇത് ഡിഫർ ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓരോ ആളിലും ഡിഫറെന്റ് ആയിട്ടാണ് ഇതൊക്കെ അഫക്ട് ചെയ്യുന്നത്. ഈ മോട്ടിവേഷൻ ആൻഡ് ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ഡിറ്റർമിനൻസിൽ വരുന്നത്? നമുക്കറിയാം, ഒരു സാധനം പർച്ചേസ് ചെയ്യാനുള്ള നമ്മുടെ മോട്ടിവേഷനും ഇൻവോൾവ്മെന്റും ഒക്കെ നമ്മളുടെ നീഡ് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഓരോ ആളിലും ഓരോ രീതിയിലായിരിക്കത്തില്ലേ? ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു ഫോട്ടോഗ്രാഫർക്ക് ഒരു ക്യാമറ വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിൽ ഹൈ മോട്ടിവേഷനും ഹൈ ഇൻവോൾവ്മെന്റും ഉള്ള കാര്യമായിരിക്കും അല്ലെ? യെസ്, അവരുടെ പ്രൊഫഷന്റെ ഭാഗമാണത്. സോ ഒരു ഫോട്ടോഗ്രാഫർ ഒരു ക്യാമറ വാങ്ങുക എന്ന് പറയുമ്പോൾ അവരതില് ഒരുപാട് ഡീപ്പായിട്ട് നോക്കിയിട്ടും അതിനെ നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ ആയിരിക്കും അവർ ആ ഒരു ബൈങ് പ്രോസസ്സിലോട്ട് പോകുന്നത്. അവർക്ക് അതിന്റെ A to Z കാര്യങ്ങൾ നന്നായിട്ട് അറിയാമായിരിക്കും. പക്ഷേ ഒരു നോർമൽ പേഴ്സണെ അപേക്ഷിച്ചിട്ട് ഒരു ക്യാമറ വാങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി എന്തായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? ഒരു ബെറ്റർ ക്യാമറ ഫോൺ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതിൽ നമുക്ക് ആ ഒരു ക്യാമറ വാങ്ങുന്നതിനോട് ഇൻവോൾവ്മെന്റ് കുറവായിരിക്കും. നമുക്ക് നല്ല പിക്ചേഴ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും?
നല്ല ക്യാമറ ഉള്ള ഫോൺ ആയിരിക്കും നമ്മൾ വാങ്ങുക. നമ്മുടെ മോട്ടിവേഷൻ അവിടെ ഒരു ഫോൺ വാങ്ങുന്നതിനോടായിരിക്കും. പക്ഷെ ഒരു ഫോട്ടോഗ്രാഫറിനെ അഫക്ട് ചെയ്തിട്ട് ഒരു ഫോട്ടോഗ്രാഫറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരു ബെറ്റർ പിക്ചേഴ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ അവരൊരു ക്യാമറയിലൂടെയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അവിടെയാണ് ഇൻഡിവിജ്വൽ മോട്ടിവേഷനും ഇൻവോൾവ്മെന്റും ഒക്കെ ഡിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് ആറ്റിറ്റ്യൂഡ്സ്. ആറ്റിറ്റ്യൂഡ്സ് നമുക്കറിയാമല്ലോ, ഓരോ മനുഷ്യർക്കും ഓരോ ആറ്റിറ്റ്യൂഡ് ആണ് അല്ലെ. അവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് ബൈയിങ് പ്രിഫറൻസ് മാറിക്കൊണ്ടിരിക്കും, പർച്ചേസിങ് ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കും. ഇനി പേഴ്സണാലിറ്റി ആൻഡ് സെൽഫ് കോൺസെപ്റ്റ്, അത് നമുക്ക് ഈ ആറ്റിറ്റ്യൂഡ് പോലെ തന്നെ പറയാം. ഓരോ ആൾക്കാർക്കും ഓരോ പേഴ്സണാലിറ്റി ആണ്. അവരുടെ പേഴ്സണാലിറ്റിയും സെൽഫ് കോൺസെപ്റ്റും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ എനിക്കൊരു സെൽഫ് കോൺസെപ്റ്റ് ഉണ്ട്, ഒരു സാധനം എനിക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, പക്ഷെ മറ്റൊരാളെ സംബന്ധിച്ച് അത് അവർക്ക് ഓക്കെ ആയിരിക്കത്തില്ല. അപ്പം എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയൊരു സാധനം മറ്റൊരാൾക്ക് നെഗറ്റീവ് ആസ്പെക്ട് ആയിരിക്കും അതിനെ പറ്റിയിട്ടുള്ളത്. സോ പേഴ്സണാലിറ്റിയും സെൽഫ് കോൺസെപ്റ്റും ഒക്കെ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ആണ് ലേണിംഗ് ആൻഡ് മെമ്മറി. ഈ ലേണിംഗ് ആൻഡ് മെമ്മറിയിൽ പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിന്റെയും ലേണിംഗും മെമ്മറിയും ഒക്കെ ഡിഫറെന്റ് അല്ലേ. അത് ഏജ് വൈസ് നോക്കിയാലും, ഒരു ഏജ് വൈസ് ലേണിംഗ് മെമ്മറി നോക്കുവാണെങ്കിൽ ഒരു കുട്ടി, ഒരു ചൈൽഡിന്റെ മെമ്മറിയിൽ എപ്പോഴും എന്തായിരിക്കും, ഇപ്പൊ ഒരു പരസ്യം കണ്ടാൽ ആ ഒരു കുട്ടികളുടെ മെമ്മറിയിൽ എന്തായിരിക്കും നിൽക്കുന്നത് കൂടുതലും? ഒരു ചോക്ലേറ്റിന്റെ പരസ്യമോ അല്ലെങ്കിൽ ഒരു ടോയ്സിന്റെ പരസ്യമൊക്കെ ആയിരിക്കും അവരെ സ്ട്രൈക്ക് ചെയ്യുന്നത് അല്ലെ. പക്ഷെ ഒരു മുതിർന്ന ആൾക്കാരെ ആണെങ്കിലോ അവരുടെ മെമ്മറിയിൽ എപ്പോഴും ഈ ചോക്ലേറ്റ്സിന്റെയും ടോയ്സിന്റെയും ഒക്കെ പരസ്യമായിരിക്കും. നോ, അവരുടെ മൈൻഡിൽ കുറച്ചും കൂടി ഇപ്പം എന്തെങ്കിലും ഒരു കാറിന്റെയോ അല്ലെങ്കിൽ ഒരു ഹോം അപ്ലയൻസസിന്റെയോ ഇതൊക്കെ ആയിരിക്കും അവരുടെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ലേണിംഗും മെമ്മറിയും ഒക്കെ ഇൻഡിവിജ്വൽ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, അവരുടെ നീഡ് അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ കാണുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ ഏതിലാണോ പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളുടെ നീഡ് ഏതാണോ അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ മൈൻഡിൽ ആ ഒരു കാര്യം ലോക്ക് ആവുന്നത്. നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നത് നമ്മുടെ നീഡ് അനുസരിച്ചിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് ആയിരിക്കും അല്ലെ. യെസ്, ലാസ്റ്റ് വൺ ആണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു കടയിൽ ഒരു സാധനം വാങ്ങാൻ പോയി, ഒരു ടി വി വാങ്ങാനായിട്ട് നമ്മൾ പോയി. ഈ ടി വി വാങ്ങാൻ പോകുമ്പോൾ അവിടുത്തെ സെയിൽസ്മാൻ ആ ടി വിയെ പറ്റിയിട്ടുള്ള എല്ലാ സ്പെസിഫിക്കേഷൻസും നമ്മളോട് പറഞ്ഞു തരും. അപ്പൊ ആ പറഞ്ഞു തരുന്ന ഇൻഫർമേഷൻ നമ്മൾ പ്രോസസ് ചെയ്തിട്ടാണ് അത് നമ്മൾ വാങ്ങണോ വാങ്ങണ്ടായോ എന്ന് തീരുമാനിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിങ് പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും. ഇപ്പൊ അവര് പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ട് എനിക്ക് ആ ടി വി ചിലപ്പം എന്റെ നീഡ് അനുസരിച്ചിട്ട് അത് ഓക്കെ അല്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്തായിരിക്കും, അത് വേണ്ടെന്നായിരിക്കും. പക്ഷെ മറ്റൊരാൾക്കോ സ്പെസിഫിക്കേഷൻസ് വെച്ച് നോക്കുമ്പോൾ അവർക്കത് ലോങ് റണ്ണിൽ ഓക്കെ ആണ്. അവർക്കത് ഓക്കെ ആണെങ്കിൽ അവരത് പർച്ചേസിംഗ് ഡിസിഷനിലോട്ട് പോകും. അപ്പൊ ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് പല ആളുടെയും മൈൻഡിൽ പല രീതിയിലായിരിക്കും. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് നോക്കാം, ഇപ്പൊ ഒരു ഗ്ലാസ്സിൽ ഹാഫ് ഫിൽഡ് വാട്ടർ ഉണ്ട്, പകുതി വെള്ളമുള്ള ഒരു ഗ്ലാസ് അവിടെ വെച്ചേക്കാം. ഈ പകുതി വെള്ളമുള്ള ഒരു ഗ്ലാസ് അവിടെ വെക്കുമ്പോൾ ഇപ്പൊ രണ്ടു പേരുടെ പെർസ്പെക്റ്റീവാണ് നമുക്ക് നോക്കണ്ടേ. ഒരാൾക്ക് ചിലപ്പം ആ ഒരു ഗ്ലാസ്സിൽ വെള്ളം കാണുമ്പോൾ പകുതി വെള്ളം ഇല്ലല്ലോ, ഹാഫ് എം ടി ആണല്ലോ എന്നായിരിക്കും അവര് ചിന്തിക്കുക. മറ്റൊരാൾ ചെല്ലുമ്പോ എന്തായിരിക്കും ചിന്തിക്കുക, ഹാഫ് ഫുൾ ആണല്ലോ, പകുതി വെള്ളം ഉണ്ടല്ലോ. അപ്പം രണ്ട് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ രണ്ട് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അവിടെ വന്നില്ലേ. ഒരാൾ ചിന്തിക്കും ഹാഫ് എം ടി ആണല്ലോ, മറ്റൊരാൾ ചിന്തിക്കും ഹാഫ് ഫുൾ ആണല്ലോ. അപ്പം സെയിം കാര്യത്തിൽ തന്നെ രണ്ട് രീതിയിൽ അവിടെ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്തു. അതാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചേരുന്നതാണ് ഇൻഡിവിജ്വൽ ഡിറ്റർമിനൻസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. എന്തൊക്കെയാണ്? മോട്ടിവേഷൻ ആൻഡ് ഇൻവോൾവ്മെന്റ്, ആറ്റിറ്റ്യൂഡ്സ്, പേഴ്സണാലിറ്റി ആൻഡ് സെൽഫ് കോൺസെപ്റ്റ്, ലേണിംഗ് ആൻഡ് മെമ്മറി, ഇൻഫർമേഷൻ പ്രോസസ്. ഇത് ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്. നമ്മൾ ഇത്രയും നേരം ഇൻഡിവിജ്വൽ അതായത് ഓരോ ആൾക്കാരെ മാത്രമായി അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞു. ഇനി നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കാം. ഗ്രൂപ്പ് ഇൻഫ്ലുവൻസസ് ഏതൊക്കെയാ നോക്കാം. ഫസ്റ്റ് വൺ ആണ് കൾച്ചറൽ ഇൻഫ്ലുവൻസ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ എന്താണ്. ഒരു നാടിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ കൾച്ചർ, ആ ഒരു കൾച്ചർ വെച്ചിട്ട് അവിടുത്തെ ആൾക്കാരെ ബൈയിങ് ബിഹേവിയറിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ഒരാളെ മാത്രമാണോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഒരേ സമയം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിരിക്കും ഈ കൾച്ചറൽ ഇൻഫ്ലുവൻസസ്. നമുക്ക് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു വൈഡ് വെറൈറ്റി ഓഫ് കൾച്ചേഴ്സ് ഉള്ള ഒരു കൺട്രിയാണ് അല്ലെ. ഈ ഇന്ത്യൻസിന്റെ ഒരു കൾച്ചർ ആയിരിക്കത്തില്ല ഒരു അമേരിക്കൻസിന്റെ കൾച്ചർ. സോ ഇന്ത്യൻസിന്റെ ബൈയിങ് ബിഹേവിയറും അമേരിക്കൻസിന്റെ ബൈയിങ് ബിഹേവിയറും തമ്മിൽ ഡിഫറൻസ് വരാം. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഗോൾഡ്. നമ്മൾ നോർമലി ഇന്ത്യൻസ് ഈ ഗോൾഡ് വാങ്ങി വെക്കും. എന്താണ്? ആസ് എ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഗോൾഡ് ആയിരിക്കും കൂടുതലായിട്ട് വാങ്ങി വെക്കുക. അത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗം. പക്ഷേ മറ്റൊരു രാജ്യത്തോട്ട് പോകുമ്പോൾ അവർ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഗോൾഡ് ആയിരിക്കണം എന്നില്ല. അവർ ചിലപ്പോൾ ക്രിപ്റ്റോ കറൻസിയോ അല്ലെങ്കിൽ കുറച്ചും കൂടി എമർജിംഗ് ടേംസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഓരോ രാജ്യത്തിന്റെ കൾച്ചർ അനുസരിച്ചിട്ട് അവരുടെ ബൈയിങ് ബിഹേവിയറിൽ ചേഞ്ച് വരാം. സബ് കൾച്ചർ ഇൻഫ്ലുവൻസ്. സബ് കൾച്ചർ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എന്താ?
ഈ നമ്മൾ പറഞ്ഞ കൾച്ചറിനെ തന്നെ വീണ്ടും സബ് കൾച്ചറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വൈഡ് വെറൈറ്റി ഓഫ് കൾച്ചേഴ്സ് ഉണ്ട്. ആ ഇന്ത്യയിൽ തന്നെയുള്ള ഓരോ സ്റ്റേറ്റ്സിലും ഡിഫറെന്റ് കൾച്ചർ അല്ലേ? ഇപ്പം നമ്മളുടെ കേരളത്തിലുള്ള ആൾക്കാരുടെ കൾച്ചർ ആയിരിക്കത്തില്ല തമിഴ്നാടിന്റെ കൾച്ചർ. സോ ആ സബ് കൾച്ചറിലും ഇൻഫ്ലുവൻസസ് വരാം. അപ്പൊ സബ് കൾച്ചർ വെച്ചിട്ട് അവരുടെ ബൈങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? സോഷ്യൽ ക്ലാസ് ഇൻഫ്ലുവൻസസ്. സോഷ്യൽ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സൊസൈറ്റിയിൽ ഈക്വൽ പൊസിഷൻ ഉള്ള ആൾക്കാർ, സൊസൈറ്റിയിൽ ഇപ്പം സെയിം ജോലിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ സെയിം വരുമാനമുള്ള ആൾക്കാർ, അതാണ് സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ആൾക്കാരെ ഒരുപോലെ അഫക്ട് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ? ചിലപ്പം അവരുടെ എല്ലാം ബൈങ് ബിഹേവിയർ ഏകദേശം സെയിം ആയിരിക്കാം. അതുപോലെ തന്നെ സോഷ്യൽ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഉണ്ട്. സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് ഇപ്പം നമ്മൾ ഡേ ടു ഡേ കാണുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഫാമിലിയുടെ ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ജോലി സ്ഥലത്തെ ആളുകളുടെ ഒരു ഗ്രൂപ്പ്, ഇതൊക്കെയാണ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് വരത്തില്ലേ? ഇപ്പൊ ഒരു സാധനം മേടിക്കുന്നതിൽ ആ ഒരു ഗ്രൂപ്പിന് ഏകദേശം സെയിം ബൈങ് പാറ്റേൺ ആയിരിക്കും. അതാണ് സോഷ്യൽ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്. ദെൻ ഫാമിലി ഇൻഫ്ലുവൻസ്, നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേം അല്ലേ ഫാമിലി ഇൻഫ്ലുവൻസ്. എന്താണ്? നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നതിന് നമ്മുടെ ഫാമിലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? അപ്പൊ നമ്മളുടെ ഫാമിലിയിൽ നമ്മളുടെ അച്ഛനും അമ്മയൊക്കെ എപ്പോഴും റെഗുലർ ആയിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്യുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളും ആ ഒരു പ്രൊഡക്റ്റിലോട്ട് തന്നെ നമ്മളും പ്രിഫർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഫാമിലി ഇൻഫ്ലുവൻസ്. നമ്മുടെ ഫാമിലി ഫോളോ ചെയ്ത് വരുന്ന ആ ഒരു രീതി തന്നെ നമ്മൾ ഫോളോ ചെയ്ത് പോകും. അതാണ് ഫാമിലി ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേഴ്സണൽ ഇൻഫ്ലുവൻസ്. പേഴ്സണൽ ഇൻഫ്ലുവൻസ് എന്താ പറയുന്നത്? ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട്, നമ്മളൊരു ഓൾറെഡി ഒരു പരസ്യത്തിൽ പറയുന്നുണ്ട്, എന്റെ ഫ്രണ്ട് റിയ എനിക്ക് സജസ്റ്റ് ചെയ്തു, ഓരോരുത്തർ സജസ്റ്റ് ചെയ്തു. അതാണ് ഈ പേഴ്സണൽ ഇൻഫ്ലുവൻസ്. നമ്മളുടെ ഫ്രണ്ട്സ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. അതാണ് പേഴ്സണൽ ഇൻഫ്ലുവൻസ്. പിന്നെ പറയുന്നതാണ് അതർ ഇൻഫ്ലുവൻസ്. അതർ ഇൻഫ്ലുവൻസിലോട്ട് വരുമ്പോ എന്താ? അതർ നാഷണൽ, റീജിയണൽ ഓർ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, ഇതെല്ലാം ചേരുന്നതാണ് അതർ ഇൻഫ്ലുവൻസസ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഓൺ കൺസ്യൂമർ ബൈങ് ബിഹേവിയർ. ഏതൊക്കെയാണ് പറഞ്ഞത്? കൾച്ചറൽ ഇൻഫ്ലുവൻസസ്, സബ് കൾച്ചറൽ ഇൻഫ്ലുവൻസ്, സോഷ്യൽ ക്ലാസ് ഇൻഫ്ലുവൻസ്, സോഷ്യൽ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, ഫാമിലി ഇൻഫ്ലുവൻസ്, പേഴ്സണൽ ഇൻഫ്ലുവൻസ് ആൻഡ് അതർ ഇൻഫ്ലുവൻസസ്. അപ്പൊ നമ്മള് ഇൻഡിവിജ്വൽ ഇൻഫ്ലുവൻസ് ഓൺ ബൈങ് ബിഹേവിയറും പറഞ്ഞു, ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഓൺ ബൈങ് ബിഹേവിയറും പറഞ്ഞു. ഈ രണ്ട് ടേംസും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് നോക്കാം. എക്സാംസിന് ചോദിക്കുന്ന ടേംസ് ആണ് മോഡൽസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് രണ്ട് മോഡൽസ് പഠിക്കാനുണ്ട്. അതിലെ ഫസ്റ്റ് മോഡലാണ് ഹവാർഡ് ഷെത്ത് മോഡൽ എന്ന് പറയുന്നത്. ഈ ഹവാർഡ് ഷെത്ത് മോഡല് കൺസ്യൂമർ ഡിസിഷൻ മേക്കിങ്ങിനെ 3 ഡിഫറെന്റ് പ്രോബ്ലം സോൾവിംഗ് ലെവൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ ആൻഡ് തേർഡ് ലെവൽ. അപ്പൊ ഹവാർഡ് ഷെത്ത് മോഡൽ എന്താ പറയുന്നത്? കൺസ്യൂമേഴ്സ് ഡിസിഷൻ മേക്കിങ്ങിനെ പറ്റിയാ പറയുന്നത്. കൺസ്യൂമേഴ്സ് ഡിസിഷൻ മേക്കിങ്ങിനെ 3 ഡിഫറെന്റ് പ്രോബ്ലം സോൾവിംഗ് ലെവൽ ആയിട്ടാണ് ഹവാർഡ് ഷെത്ത് മോഡലിൽ പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്താണ് ഫസ്റ്റ് ലെവൽ? ഫസ്റ്റ് ലെവൽ ഡിസ്ക്രൈബ്സ് extensive problem solving where the consumer does not have any basic information or knowledge about the brand or have any preference of any product. എന്താ പറയുന്നത്? ഇവിടെ എക്സ്റ്റെൻസീവ് പ്രോബ്ലം സോൾവിംഗ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് കസ്റ്റമേഴ്സിന് ഒരു ഇൻഫർമേഷനും ഇല്ല. കസ്റ്റമേഴ്സിന് അവരുടെ പ്രിഫറൻസിനെ പറ്റിയിട്ടോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ മാർക്കറ്റിനെ പറ്റിയിട്ടോ ഒന്നും ഒരു നോളജും ഇല്ല, ഇൻഫർമേഷനും ഇല്ല. അവർക്ക് അതിനെപ്പറ്റി ഒരു അറിവില്ല. ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? കസ്റ്റമർ സീക്ക് ഇൻഫർമേഷൻ അബൌട്ട് ഓൾ ഡിഫറെന്റ് ബ്രാൻഡ്സ് ഇൻ ദ മാർക്കറ്റ് ബിഫോർ പർച്ചേസിംഗ്. അപ്പൊ ഇവിടെ കസ്റ്റമർ എന്താ ചെയ്യുന്നത്? അവർക്ക് പറ്റുന്ന മാക്സിമം പോസിബിൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് മാത്രം ഒരു പർച്ചേസിംഗ് ഡിസിഷൻ എടുക്കും. ഇതാണ് ഫസ്റ്റ് ലെവൽ. ഇപ്പൊ ഹവാർഡ് ഷെത്ത് മോഡൽ അനുസരിച്ച് ഫസ്റ്റ് ലെവലില് കസ്റ്റമേഴ്സിന് ഇൻഫർമേഷൻസ് ഇല്ല. അവർക്ക് ഒരു ഇൻഫർമേഷൻസോ നോളജോ അവൈലബിൾ ആയിട്ടില്ല. ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അവർക്ക് അറിയില്ല, ഒരു മാർക്കറ്റിനെ പറ്റിയിട്ട് അവർക്ക് അറിയില്ല, ബ്രാൻഡിനെ പറ്റി അറിയില്ല, ഒന്നും അറിയില്ല. ഇവിടെ എന്താ ചെയ്യുന്നത്? മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് മാത്രം അവര് പർച്ചേസിംഗ് ഡിസിഷനിലോട്ട് പോകും. ഇതാണ് ഫസ്റ്റ് ലെവൽ. സെക്കൻഡ് ലെവൽ നോക്കാം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് പ്രോബ്ലം സോൾവിംഗ് എക്സിസ്റ്റ് when customer have little knowledge about the market or partial knowledge about what they want to purchase. ഇവിടെ എന്താ? കസ്റ്റമേഴ്സിന് കുറച്ച് നോളജ് ഉണ്ട്, അല്ലെങ്കിൽ പകുതി കാര്യങ്ങൾ അറിയാം, പകുതി കാര്യങ്ങൾ അറിയത്തില്ല. ഇങ്ങനെയാണ് ഈ സെക്കൻഡ് ലെവലിൽ പോകുന്നത്. അതായത് കസ്റ്റമേഴ്സിന് കുറച്ച് കാര്യങ്ങൾ അറിയാം, കുറച്ച് കാര്യങ്ങൾ അറിയില്ല. എന്തായിരിക്കും ചെയ്യുന്നത്? In order to arrive at a brand preference, some comparative brand information is sought. ഇവിടെ എന്താ ചെയ്യുന്നത്? അവർ കുറച്ച് കമ്പാരറ്റീവ് ഇൻഫർമേഷൻ എടുക്കുന്നു. അവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാലോ, ബാക്കി കാര്യങ്ങളും കൂടി അവര് ഗ്യാദർ ചെയ്തിട്ട് ഒരു ഡിസിഷനിലോട്ട് എത്തിച്ചേരുന്നു. ഇപ്പൊ ഇവിടെ ഈ സെക്കൻഡ് ലെവലിൽ പറയുന്നതാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്കൊരു സാധനം പർച്ചേസ് ചെയ്യണം, അതിന്റെ ഒരു ബ്രാൻഡിനെ പറ്റി മാത്രം നമുക്കറിയും. നമ്മൾ പറഞ്ഞല്ലോ പകുതി കാര്യങ്ങൾ അറിയാം, ഒരു ബ്രാൻഡിനെ പറ്റി മാത്രം അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെക്കൻഡ് ലെവലിൽ കസ്റ്റമർ എന്താ ചെയ്യുന്നത്? മറ്റു ബ്രാൻഡിനെ പറ്റിയും കൂടി അറിയാൻ ശ്രമിച്ചിട്ട്
അതിൽ കമ്പാരിറ്റീവ്ലി ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഏതാന്ന് തിരഞ്ഞെടുത്ത് ഒരു ഡിസിഷൻ എടുക്കും. ഇതാണ് സെക്കൻഡ് ലെവൽ. അപ്പം ഇനി തേർഡ് ലെവൽ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഗസ് ചെയ്യാലോ. എന്തായിരിക്കും? ഇറ്റ്സ് ഹാബിച്വൽ ഓർ റൂട്ടനൈസ്ഡ് റെസ്പോൺസ് ബിഹേവിയർ എക്സിസ്റ്റ് when the customer know very well about the different brands, can differentiate between the different characteristics of each product, and his repeat buying decision is usually a brand replenishment decision in favor of his preferred brand. Third level എന്താ? കസ്റ്റമേഴ്സ് എക്സ്പേർട്ട് ആണ്, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അവർക്ക് പ്രോഡക്ട്സിനെ പറ്റിയിട്ട് അറിയാം, ബ്രാൻഡ്സിനെ പറ്റിയിട്ട് അറിയാം, മാർക്കറ്റ്സിനെ പറ്റിയിട്ട് അറിയാം. അതുപോലെ തന്നെ അവർ റിപ്പീറ്റഡ് ആയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ്. റിപ്പീറ്റഡ് ബൈയിങ് ബിഹേവിയർ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഏതാണോ അവരുടെ പ്രിഫേർഡ് ബ്രാൻഡ് എന്നും അവർക്ക് പ്രോപ്പർ ആയിട്ട് അറിയാം. ഇവിടെ അവർക്ക് ഫർദർ ഇൻഫർമേഷനിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് അവർക്ക് ബൈയിങ് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും. ഇതാണ് തേർഡ് ലെവൽ. നമ്മൾ പറഞ്ഞു ഹവാർഡ് ഷെത്ത് മോഡൽ അനുസരിച്ചിട്ട് കൺസ്യൂമർ ബിഹേവിയറിനെ അല്ലെങ്കിൽ കൺസ്യൂമർ ഡിസിഷൻ മേക്കിങ്ങിനെ 3 ലെവലായിട്ട് ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലെവലിൽ കൺസ്യൂമേഴ്സിന് ഒന്നും അറിയില്ല, നോളജ് ഇല്ലാത്തൊരു ലെവലാണ്. ഇവിടെ കൺസ്യൂമേഴ്സ് മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് മാത്രം പർച്ചേസിംഗ് ഡിസിഷൻ എടുക്കുന്നു. സെക്കൻഡ് ലെവലിൽ കൺസ്യൂമേഴ്സിന് പാർഷ്യൽ നോളജ് ഉണ്ട്, അവർ ബാക്കി കാര്യങ്ങളും കൂടി അറിയാൻ ശ്രമിച്ചിട്ട് പർച്ചേസ് ഡിസിഷൻ എടുക്കുന്നു. തേർഡ് ലെവലിൽ കൺസ്യൂമേഴ്സ് എക്സ്പേർട്ട് ആണ്, അവർ എക്സലന്റ് ആണ്, അവർ നേരിട്ട് ഒരു ഡിസിഷനിലോട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം, ഈ ഹവാർഡ് ഷെത്ത് മോഡല് ബൈയിങ് ഡിസിഷൻ പ്രോസസ്സിനെ 4 സെറ്റ് ഓഫ് വേരിയബിൾസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ബൈയിങ് ഡിസിഷനിൽ ഇവര് പറയുന്നത് 4 വേരിയബിൾസ് ഉണ്ടെന്ന. ഫസ്റ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വേരിയബിൾസ് ആണ്. ഇൻപുട്ട് വേരിയബിൾസിൽ എന്തൊക്കെ വരാം? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്റ്റിമുലി ലൈക്ക് പ്രൈസ്, ക്വാളിറ്റി, ഡിസ്റ്റിങ്റ്റീവ്നെസ്, പിന്നെ സോഷ്യൽ വേരിയബിൾസ് ലൈക്ക് ഫാമിലി, സോഷ്യൽ ക്ലാസ് ആൻഡ് റെഫറൻസ് ഗ്രൂപ്പ്. അതായത് ഇൻപുട്ട് വേരിയബിൾസിൽ വരുന്നത് പ്രൈസ്, പ്രോഡക്റ്റിന്റെ പ്രൈസ്, അതുപോലെ തന്നെ ക്വാളിറ്റി. പിന്നെ സോഷ്യൽ വേരിയബിൾസ് നമ്മൾ പറഞ്ഞല്ലോ, ഫാമിലി, സോഷ്യൽ ക്ലാസ്, സോഷ്യൽ ഗ്രൂപ്പ്, റെഫറൻസ് ഗ്രൂപ്പ്, ഇതെല്ലാം ചേരുന്നതായിരിക്കും ഇൻപുട്ട് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വേരിയബിൾ എന്താ? പെർപെച്വൽ ആൻഡ് ലേണിംഗ് കൺസ്ട്രക്ട്. എന്താ ഈ പെർപെച്വൽ ആൻഡ് ലേണിംഗ് കൺസ്ട്രക്ട്? ഇറ്റ് comprise psychological variables such as motives, attitudes, brand comprehension and choice criteria. ഇവിടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഇന്നേറ്റ് വേരിയബിൾസ് ആണ്. അതായത് ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള മോട്ടീവ്സ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ബ്രാൻഡ് കോംപ്രഹെൻഷൻ, പേഴ്സണൽ ചോയ്സസ്, ഇതൊക്കെയാണ് പെർപെച്വൽ ആൻഡ് ലേണിംഗ് കൺസ്ട്രക്റ്റിൽ വരുന്നത്. ഇനി തേർഡ് വേരിയബിൾ ആണ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ പർച്ചേസ് ഡിസിഷൻ ആൻഡ് റിസൾട്ടന്റ് പോസ്റ്റ് പർച്ചേസ് ഇവാലുവേഷൻ. ഔട്ട്പുട്ട് വേരിയബിളിൽ വരുന്നത് അവരുടെ പർച്ചേസ് ഡിസിഷനും അതുപോലെ തന്നെ പോസ്റ്റ് പർച്ചേസ് ഇവാലുവേഷനും, ഈ 2 കാര്യങ്ങളും കൂടി ചേരുന്നതായിരിക്കും ഔട്ട്പുട്ട് ഡിസിഷൻ, ഔട്ട്പുട്ട് വേരിയബിൾ. അപ്പൊ ഈ പോസ്റ്റ് പർച്ചേസ് ഇവാലുവേഷനിൽ ഒന്നുകിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുന്നത്. ഇത് രണ്ടും നമുക്ക് അറിയാവുന്ന ടേംസ് ആണ് അല്ലെ. നമുക്ക് നോക്കാം, ഈ സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നതെങ്കിൽ അത് എന്തിലോട്ട് റിസൾട്ട് ചെയ്യും? സ്ട്രെങ്തനിങ് ഓഫ് ബ്രാൻഡ് കോംപ്രഹെൻഷൻ ആൻഡ് ബ്രാൻഡ് ആറ്റിറ്റ്യൂഡ്. അതായത് നമുക്കൊരു സാധനം പർച്ചേസ് ചെയ്തു, നമ്മളത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ വീണ്ടും ആ ഒരു ബ്രാൻഡിലോട്ട് തന്നെ പോകും അല്ലെ. യെസ്, ആ ഒരു ബ്രാൻഡ് വാല്യൂ അവിടെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മറിച്ച് നമ്മൾ അതിൽ ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിലോ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അല്ലെ. ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വരുമ്പോൾ ആ ഒരു ബ്രാൻഡിന്റെ വാല്യൂ കുറയാനും ആളുകൾക്ക് അതിനോടൊരു നെഗറ്റീവ് ഇന്റൻഷൻ ഉണ്ടാവാനുമുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് തേർഡ് വേരിയബിൾ, ഔട്ട്പുട്ട് വേരിയബിളിൽ വരുന്നത്. എന്തൊക്കെയാണ്? പർച്ചേസ് ഡിസിഷനും പോസ്റ്റ് പർച്ചേസ് ഇവാലുവേഷൻ. ഇനി നാലാമത്തെ വേരിയബിൾ ആയിട്ടുള്ള എക്സോജനസ് വേരിയബിളിൽ വരുന്നത്, എക്സോജനസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ പ്രോസസ്സിന്റെ ഒരു പാർട്ട് അല്ല, പക്ഷേ ഓവറോൾ ഡിസിഷനിൽ ഈ ഒരു എക്സോജനസ് വേരിയബിൾസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എക്സോജനസ് വേരിയബിളിൽ വരുന്ന എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, റിലീജിയൻസ്, ടൈം പ്രഷർ, ഇതൊക്കെ ചേരുന്നതായിരിക്കും എക്സോജനസ് വേരിയബിൾസ്. നമ്മളിപ്പോ നോക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹവാർഡ് ഷെത്ത് മോഡലില് കൺസ്യൂമേഴ്സിന്റെ ബൈയിങ് ഡിസിഷൻ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന 4 വേരിയബിൾസിനെ പറ്റിയിട്ട്, ഫസ്റ്റ് ഇൻപുട്ട് വേരിയബിൾ, ദെൻ perpetual learning and learning constraints, then output variable, last one is exogenous variable. ഇനി നമുക്ക് സെക്കൻഡ് മോഡൽ നോക്കാം. നമ്മൾ ഹവാർഡ് ഷെത്ത് മോഡൽ പറഞ്ഞു, ഇനി നമുക്ക് രണ്ടാമത്തെ മോഡൽ ആയിട്ടുള്ള Engel, Collard and Blackwell മോഡലിനെ പറ്റിയിട്ട് നോക്കാം. This model is developed in the late 60s, was proposed as a comprehensive cognitive processing model and went through several revisions. ഈ ഒരു മോഡലിന് ലേറ്റ് 60s ഡെവലപ്പ് ചെയ്ത മോഡലാണ്. ഈ ഒരു മോഡലിന് സെവറൽ റിവിഷൻസ് വന്നിട്ടുണ്ട്. കറന്റ്ലി ഇതിനെ അറിയപ്പെടുന്നത് EBM മോഡൽ എന്നാണ്, അതായത് ഏഞ്ചൽ, ബ്ലാക്ക്വെൽ ആൻഡ് മിനിയാർഡ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 1990s റിവൈസ് ചെയ്തിട്ട് വന്ന മോഡലാണ് ഏഞ്ചൽ, ബ്ലാക്ക്വെൽ ആൻഡ് മിനിയാർഡ് മോഡൽ, ദാറ്റ് ഈസ് EBM മോഡൽ. ഈ ഒരു മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബൈയിങ് ബിഹേവിയറിനെ 5 കമ്പോണൻസ് ആയിട്ടാണ് ഈ ഒരു EBM മോഡലിൽ പറയുന്നത്. എന്തൊക്കെയാണ് കമ്പോണൻസ് എന്ന് നോക്കാം.
ഫസ്റ്റ് കമ്പോണന്റ് ഈസ് ഇൻഫർമേഷൻ ഇൻപുട്ട്. ഇൻഫർമേഷൻ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ബൈങ് ബിഹേവിയറിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് അല്ലെ ഇൻഫർമേഷൻ ഇൻപുട്ട്. എന്താണ് ഇൻഫർമേഷൻ ഇൻപുട്ട്? ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടാറില്ലേ? ഇപ്പൊ നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. പല രീതിയിൽ കൂടി നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടും. എങ്ങനെയൊക്കെ കിട്ടാം? അഡ്വർടൈസ്മെന്റ്സിൽ കൂടി കിട്ടാം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസിൽ നിന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മളൊരു കടയുടെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ അവരുടെ കടയിൽ ഡിസ്പ്ലേസിൽ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? ഒരു ഡിസ്പ്ലേയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അറിയാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ഇൻഫർമേഷൻ ഇൻപുട്ടിൽ പറയുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ ഇൻപുട്ടിൽ നിന്ന് അവരെങ്ങനെയൊക്കെയാണോ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് നമ്മുടെ ബൈങ് ബിഹേവിയറിനെ അഫക്ട് ചെയ്യും അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞു അഡ്വർടൈസ്മെന്റ്സ് ആണെങ്കിൽ പോലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളെ വെച്ചിട്ട് അവർ അഡ്വർടൈസ്മെന്റ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ബൈങ് ബിഹേവിയറിനെ അഫക്ട് ചെയ്യും. യെസ്. നെക്സ്റ്റ് പറയുന്നത് ഇൻഫർമേഷൻ പ്രോസസിംഗ്. ഇൻഫർമേഷൻ പ്രോസസിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു കിട്ടിയ ഇൻഫർമേഷൻസ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ബയേഴ്സ് എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്? എക്സ്പോഷർ, അറ്റൻഷൻ, കോംപ്രഹെൻഷൻ, അക്സെപ്റ്റൻസ് ആൻഡ് റിട്ടൻഷൻ. ഈ ഒരു 5 സ്റ്റെപ്പിൽ കൂടിയായിരിക്കും ഇൻഫർമേഷൻസ് പ്രോസസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്തിട്ട് നമുക്കത് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഇൻഫർമേഷൻസിനെ അക്സെപ്റ്റ് ചെയ്യും. ഇല്ലെങ്കിലോ അത് റിജക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് അവൈലബിൾ ഇൻഫർമേഷനിലോട്ട് പോകും അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രോഡക്റ്റിലോട്ട് പോകും. ഇതാണ് ഇൻഫർമേഷൻ പ്രോസസിംഗ്. നെക്സ്റ്റ് ആണ് ഡിസിഷൻ പ്രോസസ്. ഡിസിഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഡിസിഷൻ എടുക്കുകയാണ്. ഈ ഡിസിഷൻ എടുക്കുമ്പോൾ അവിടെ ഒരുപാട് വേരിയബിൾസ് കാണും. അതാണ് ഡിസിഷൻ പ്രോസസ് വേരിയബിൾസ്. അവിടെ ഈ വേരിയബിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ചോയ്സസ്. അതിനെയൊക്കെ നമുക്ക് ഡിസിഷൻ പ്രോസസ് വേരിയബിൾസ് എന്ന് പറയാം. നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു സാധനത്തിനെ പറ്റി മാത്രമല്ലല്ലോ പഠിക്കുന്നത്, അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓൾട്ടർനേറ്റീവ്സിനെ നോക്കിയിട്ട് അതിലെ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആണ് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്നത്. അവിടെ ഡിസിഷൻ പ്രോസസ് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേരിയസ് ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും ബെസ്റ്റ് ചോയ്സ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഡിസിഷൻ പ്രോസസ് വേരിയബിൾസ്. ഇനി ലാസ്റ്റ് വൺ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്. എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മളുടെ ഒരാളുടെ ബൈങ് ബിഹേവിയറിനെ അഫക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം സോഷ്യൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, സബ് കൾച്ചറൽ ഫാക്ടേഴ്സ്. ഈ ഫാക്ടേഴ്സ് ഒക്കെയും അവരുടെ ഈ ഒരു ഡിസിഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസിൽ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു EBM മോഡൽ അനുസരിച്ചിട്ട് ബൈങ് ബിഹേവിയർ എന്ന് പറയുന്നത് 5 കമ്പോണൻസ് വരും. ഇൻഫർമേഷൻ ഇൻപുട്സ്, ഇൻഫർമേഷൻ പ്രോസസിംഗ്, ഡിസിഷൻ പ്രോസസ് വേരിയബിൾസ്, എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്. ഈ 5 കമ്പോണൻസും കൂടി ചേരുന്നതാണ് ബൈങ് ബിഹേവിയറിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പുതിയൊരു ടേമിലോട്ട് പോകാം. ഓൺലൈൻ കൺസ്യൂമർ ബിഹേവിയർ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കൺസ്യൂമർ ബിഹേവിയർ എങ്ങനെയാണ്? അതിപ്പം ഓൺലൈൻ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേം ആണ് അല്ലെ? നമ്മൾ എല്ലാവരും ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ്. റെഗുലർ ആയിട്ട് ഒരുപാട് ഓൺലൈൻ മീഡിയാസ് അവൈലബിൾ ആണ്. ഇപ്പം ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ആമസോൺ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാംസ്, ഒരുപാട് വഴിയിൽ കൂടി ഇപ്പം ഓൺലൈൻ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഓൺലൈൻ ബിസിനസ്സിൽ കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഓൺലൈൻ കൺസ്യൂമർ ബിഹേവിയറിനെ പറ്റി പഠിക്കുന്ന ഒരു മോഡലാണ് ടെക്നോളജി അക്സെപ്റ്റൻസ് മോഡൽ. കഴിഞ്ഞ വർഷം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ടേം ആണിത്, ടെക്നോളജി അക്സെപ്റ്റൻസ് മോഡൽ. ഈ ഒരു ടെക്നോളജി അക്സെപ്റ്റൻസ് മോഡൽ ഡെവലപ്പ് ചെയ്തത് ഫ്രെഡ് ഡേവിസ്. എന്താണ് ഈ ഒരു മോഡൽ പറയുന്നത്? ഇറ്റ് എക്സ്പ്ലെയിൻസ് കൺസ്യൂമർ ടെൻഡൻസി ടുവേർഡ്സ് ഓൺലൈൻ ബൈയിങ് ബിഹേവിയർ. ഓൺലൈൻ ബൈയിങ് ബിഹേവിയറിലുള്ള കൺസ്യൂമറിന്റെ ടെൻഡൻസിയെ പറ്റിയിട്ടാണ് ഈ ടെക്നോളജി അക്സെപ്റ്റൻസ് മോഡൽ പറയുന്നത്. ബൈ ലിങ്കിങ് പെർസീവ്ഡ് യൂസ്ഫുൾനെസ് ഓഫ് ടെക്നോളജി റിലേറ്റിംഗ് ടു സേവിങ്സ് ഇൻ ടൈം ആൻഡ് എഫിഷ്യൻസി ഇൻ സ്പെൻഡിങ്. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? യൂസ്ഫുൾനെസ് ഓഫ് ടെക്നോളജി റിലേറ്റിംഗ് ടു സേവിങ്സ് ഇൻ ടൈം ആൻഡ് എഫിഷ്യൻസി ഇൻ സ്പെൻഡിങ്. ആളുകളുടെ ടെക്നോളജിയിലുള്ള യൂസ്ഫുൾനെസ്, അതുപോലെ തന്നെ നമുക്കറിയാം ടൈം സേവിംഗ് ആണ് ഈ ഒരു ഓൺലൈൻ മോഡൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസിംഗ് മോഡൽ, ഓൺലൈൻ ബിസിനസ്, ഇ കൊമേഴ്സ്, ഇതെല്ലാം നമുക്ക് ടൈം സേവിംഗ് ആണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി എഫിഷ്യന്റ് ആണ് അല്ലെ? നമുക്ക് യൂസ് ചെയ്യാനും യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് എവിടെയും പോകണ്ട, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇത് ഈ ഒരു യൂസ്ഫുൾനെസ് ഓഫ് ടെക്നോളജിയും ടൈം സേവിങ്സും എഫിഷ്യൻസിയും ഒക്കെ വെച്ചിട്ട് ഓൺലൈൻ ബൈയിങ്ങിലുള്ള ആളുകളുടെ ബിഹേവിയറിനെ പറ്റി പഠിക്കുന്ന ഒരു മോഡലാണ് ടെക്നോളജി അക്സെപ്റ്റൻസ് മോഡൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കാം ഈ ഒരു മോഡൽ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. ദിസ് മോഡൽ ഷോസ് ഇമ്പാക്ട് ഓൺ എക്സ്റ്റേണൽ ആൻഡ് ഇൻഡിവിജ്വൽ വേരിയബിൾസ് ഓൺ സച്ച് ബിഹേവിയർ. അതായത് ഓൺലൈൻ ബൈയിങ് ബിഹേവിയറിലെ ആളുകളുടെ ഇൻഡിവിജ്വൽ ബിഹേവിയറും ഗ്രൂപ്പ് ബിഹേവിയർ, നമ്മൾ പറഞ്ഞല്ലോ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സും ഗ്രൂപ്പ് ഫാക്ടേഴ്സും ഒക്കെ ആളുകളുടെ പർച്ചേസിംഗിനെ അഫക്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സും ഗ്രൂപ്പ് ഫാക്ടേഴ്സും. അപ്പൊ ഈ ഫാക്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഓൺലൈൻ ബൈയിങ് ബിഹേവിയറിനെ അഫക്ട് ചെയ്യുന്നത്? ഇതാണ് ഈ ടെക്നോളജി അക്സെപ്റ്റൻസ് മോഡലിൽ പറയുന്നത്. ഇവിടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്ന എന്തൊക്കെയായിരിക്കാം? സർവീസ് ക്വാളിറ്റി,
ഈസ് ഓഫ് പേയ്മെന്റ് ഓപ്ഷൻ, ഈസി ആക്സസബിലിറ്റി, യൂസർ റിവ്യൂസ്, ഇതൊക്കെയാണ് ടെക്നോളജി അക്സെപ്റ്റൻസ് മോഡലിലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. നമുക്ക് ഈ ഒരു ടെക്നോളജി അക്സെപ്റ്റൻസ് മോഡല് ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിൽ പറയുന്നത് എന്താ, എക്സ്റ്റേണൽ വേരിയബിൾസ് ആയിട്ടുള്ള പെർസീവ്ഡ് യൂസ്ഫുൾനെസ്സും പെർസീവ്ഡ് ഈസ് ഓഫ് യൂസും എന്തിലോട്ട് നയിക്കുന്നു? ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യൂസിംഗ് ദ ടെക്നോളജി. അതായത് പെർസീവ്ഡ് യൂസ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഒരു ബിലീഫാണ്, കസ്റ്റമേഴ്സ് ബിലീവ് ചെയ്യുന്നതാണ് എന്ത്, ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നത് അവർക്ക് ബെനിഫിഷ്യൽ ആണെന്നുള്ള ആളുകളുടെ ഒരു ബിലീഫാണ് ഈ പെർസീവ്ഡ് യൂസ്ഫുൾനെസ്. പിന്നെ പെർസീവ്ഡ് ഈസ് ഓഫ് യൂസ് നമുക്കറിയാം അല്ലെ, എന്താ, നമുക്ക് ഓൾറെഡി അറിയാം ഓൺലൈൻ ബൈയിങ് എന്ന് പറയുന്നത് ഏറ്റവും ഈസി വേ ഓഫ് ബൈയിങ് ആണ്. ഒരു ക്ലിക്ക് കൊണ്ട് തന്നെ നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു പെർസീവ്ഡ് യൂസ്ഫുൾനെസ്സും പെർസീവ്ഡ് ഈസ് ഓഫ് യൂസും എന്തിലേക്ക് നയിക്കുന്നു? ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യൂസിങ് ഓൺലൈൻ പർച്ചേസ്. ഓൺലൈൻ പർച്ചേസിലോട്ട് ആളുകളെ നയിക്കുന്നു. ഇത് അപ്പൊ ഈ ഒരു പെർസീവ്ഡ് യൂസ്ഫുൾനെസ് എന്തിലോട്ട് പോകുന്നുണ്ട്? ബിഹേവിയറൽ ഇന്റൻഷൻ ടു യൂസ് ടെക്നോളജി. ടെക്നോളജി യൂസ് ചെയ്യാനുള്ള ഒരു ബിഹേവിയർ ഇന്റൻഷൻ വരുന്നത് എവിടെ നിന്നാണ്? പെർസീവ്ഡ് യൂസ്ഫുൾനെസ് നിന്നാണ്. എങ്ങനെയാ വരുന്നത്? നമ്മൾ പറഞ്ഞു ആളുകളുടെ ഒരു ബിലീഫാണ് അല്ലെ, ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നത് അവർക്ക് ബെനിഫിഷ്യൽ ആണെന്ന് അവർ തന്നെ വിശ്വസിക്കുന്നതാണ്. അതൊരു ബിഹേവിയറൽ ഇന്റൻഷനിലോട്ട് നയിക്കുന്നുണ്ട്. ദെൻ അതിൽ നിന്ന് എന്തിലോട്ട് എത്തുന്നു? ആക്ച്വൽ സിസ്റ്റം യൂസ് അല്ലെങ്കിൽ ആക്ച്വൽ യൂസ് ഓഫ് ടെക്നോളജി. അത് ആക്ച്വൽ യൂസ് ഓഫ് ടെക്നോളജിയിലോട്ട് എത്തുന്നു. ഇതാണ് ടെക്നോളജി അക്സെപ്റ്റൻസ് മോഡലിൽ പറയുന്നത്. എന്തൊക്കെയാണ്? പെർസീവ്ഡ് യൂസ്ഫുൾനെസ്സും പെർസീവ്ഡ് ഈസ് ഓഫ് യൂസും ഈ ഒരു ഓൺലൈൻ ബൈയിങ്ങിലോട്ട് നയിക്കുന്നുണ്ട്. പെർസീവ്ഡ് യൂസ്ഫുൾനെസ് ബിഹേവിയറൽ ഇന്റൻഷനിലോട്ടും നയിക്കുന്നുണ്ട്. ദെൻ അത് എന്തിലേക്ക് എത്തിച്ചേരുന്നു? ആക്ച്വൽ പർച്ചേസിംഗ് ത്രൂ ഓൺലൈൻ, ആക്ച്വൽ ഓൺലൈൻ പർച്ചേസിലോട്ട് എത്തിച്ചേരുന്നു. ഇതാണ് ടെക്നോളജി അക്സെപ്റ്റൻസ് മോഡലിൽ പറയുന്നത്. നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളെ പറ്റിയിട്ട് പഠിച്ചു? നമ്മൾ നേച്ചർ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ പറഞ്ഞു. എന്തൊക്കെയാണ്? കോംപ്ലക്സ് ഫിനോമിനൻ ആണ്, ഡൈനാമിക്, റിഫ്ലെക്സ് സ്റ്റാറ്റസ്, ഡിഫേഴ്സ് ബിറ്റ്വീൻ പ്രോഡക്ട്സ്, ദെൻ ഡിഫേഴ്സ് ബിറ്റ്വീൻ റീജിയൻസ്. പിന്നെ നമ്മൾ ഹൂ ഇസ് എ കൺസ്യൂമർ, കൺസ്യൂമറുടെ ഡെഫിനിഷൻ പഠിച്ചു. ദെൻ കൺസ്യൂമറിന്റെ റോൾ ആൻഡ് റോൾ ഡിസ്ക്രിപ്ഷൻസിനെ പറ്റി നോക്കി. ദെൻ സ്കോപ്പ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടൈം ആയിട്ടുള്ള ഡിസിഷൻ പ്രോസസ്, ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് പഠിച്ചു. പിന്നെ നമ്മൾ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ഇൻഫ്ലുവൻസസ്, ബൈയിങ് ബിഹേവിയറിനെ അഫക്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് പഠിച്ചു, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഫാക്ടേഴ്സ് പഠിച്ചു. ദെൻ ഇമ്പോർട്ടന്റ് ടേം ആയിട്ടുള്ള മോഡൽസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ നമ്മൾ ഹവോർട്ട്ഷെറ്റ് മോഡൽ പഠിച്ചു. ദെൻ ദ എംഗൽ, കൊളാറ്റ് ആൻഡ് ബ്ലാക്ക്വെൽ മോഡൽ, കറന്റ്ലി ടേംഡ് ആസ് EBM മോഡൽ, എംഗൽ, ബ്ലാക്ക്വെൽ ആൻഡ് മിനിയാർഡ് മോഡൽ പഠിച്ചു. ദെൻ നമ്മൾ ഓൺലൈൻ കൺസ്യൂമർ ബിഹേവിയറും അതിൽ വരുന്ന ടെക്നോളജി അക്സെപ്റ്റൻസ് മോഡലിനെ പറ്റിയിട്ടുമാണ് ഇന്നത്തെ ഈ ഒരു പാർട്ട് 1 ഡിസ്കസ് ചെയ്തത്. ബാലൻസ് ഉള്ളത് നമ്മൾ പാർട്ട് 2 ഡിസ്കസ് ചെയ്യും. ദെൻ ഇത്രയും പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.